കഥയെ ആരംഭിക്കുന്നത് ഷെന്യ എന്നു പേരുള്ള ഒരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവൾ ഒരു വെഡ്ഡിംഗ് ഡ്രസ് ഷോപ്പിലായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അന്ന് സോണിയ എന്ന ബ്രൈഡിനെ അണിയിച്ചൊരുക്കുന്ന തിരക്കിലായിരുന്നു അവൾ. ആ സമയം അങ്ങോട്ടേക്ക് സോണിയയുടെ പ്രതിശ്രുത വരൻ വിക്ടർ കടന്നു വന്നു. പൊതുവെ ആ സമയത്ത് അങ്ങനെ ചെന്ന് കാണരുത്, അത് ദുശകുനമാണ് എന്നൊക്കെ പറയുമെങ്കിലും വിക്ടർ അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. ഇതിനിടയിൽ സോണിയ ഷെന്യയോട് ഷെന്യ മാരീഡ് ആണോ എന്ന് ചോദിച്ചു. അല്ലെന്നായിരുന്നു അവളുടെ മറുപടി. പക്ഷേ അവൾക്കൊരു കുട്ടിയുണ്ട്. ഈ സമയം തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഷെന്യയുടെ കുട്ടി പൊളീന അങ്ങ് കരയാൻ ആരംഭിച്ചു. വിക്ടർ എത്തി കുട്ടിയെടുത്ത് ആശ്വസിപ്പിച്ചു. ഷെന്യയ്ക്ക് വലിയ സമാധാനം തോന്നി. ഈ സമയം സോണിയ പറഞ്ഞു വിക്ടർ അച്ഛനാവാനുള്ള പ്രാക്ടീസിലായിരിക്കും. അന്ന് രാത്രിയിൽ ഷെന്യ വീട്ടിലെത്തി. ഷെന്യയുടെ പാർട്ട്ണർ, അതായത് ബോയ് ഫ്രണ്ട്, അങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. കുറെ സമയം കഴിഞ്ഞും കാണാതായതോടെ വിളിച്ചിട്ടും കിട്ടാതായതോടെ അയാൾ വർക്ക് ചെയ്യുന്ന ആർട്ട് സ്റ്റുഡിയോയിലേക്ക് ഷെന്യ ചെല്ലുകയാണ്. അവിടെ ചെന്ന് അവൾ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. തന്റെ ബോയ് ഫ്രണ്ട് മറ്റൊരു പെണ്ണിനൊപ്പം കിടക്ക പങ്കിടുന്നു. തകർന്നുപോയി അവൾ ഒന്നും മിണ്ടാതെ തിരികെ ഇറങ്ങിപ്പോരാൻ തുടങ്ങി. ഇതാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് കെയർ കാണുകയും ചെയ്തു. അടുത്ത ദിവസം ജോലി സ്ഥലത്തെത്തിയ ഷെന്യ വല്ലാതെ ദുഃഖിതയായിരുന്നു. ഷെന്യയുടെ ഒരു സുഹൃത്ത് അവളുടെ അവസ്ഥ നോക്കിക്കണ്ടു. വിവരങ്ങൾ തിരക്കിയപ്പോൾ തകർന്നിരുന്ന ഷെന്യ എല്ലാം അവരോട് പറഞ്ഞു. ആ സുഹൃത്ത് പറഞ്ഞത് ഇത്തരത്തിലുള്ളതൊക്കെ സ്വാഭാവികമാണെന്നും അതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചാലേ ജീവിതം മുമ്പോട്ടു പോകൂ, കിർ നിന്നെ പ്രണയിക്കൂ എന്ന മട്ടിലൊക്കെയായിരുന്നു. അന്ന് രാത്രിയിൽ വീട്ടിലെത്തിയ ഷെന്യ കിറിന്റെ ആൽബം പരിശോധിച്ചു. അതിലാണെങ്കിൽ പുതുതായി അവൻ കണ്ടെത്തിയ ഗേൾഫ്രണ്ടിന്റെ ചിത്രം കുറേയധികം വരച്ചു വെച്ചിരുന്നു. അവൾ അത് നോക്കി ആകെ വിഷമിച്ചിരിക്കാൻ ആരംഭിച്ചു. ഈ സമയം അവളുടെ അമ്മ അവളോട് അതൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു. ഒരാൾ പോവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ചു നിർത്തലൊന്നും അങ്ങനെ സാധിക്കുന്ന ഒന്നല്ല എന്നമ്മ അവളെ ഉപദേശിച്ചു. പൊളീന അച്ഛനില്ലാതെ വളരുന്നത് തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന മട്ടിലൊക്കെ അവളങ്ങ് വിലപിക്കാൻ തുടങ്ങി. അമ്മ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ ഇനി പിടിച്ചു നിർത്തണമെങ്കിൽ വല്ല ആഭിചാരവും ചെയ്യേണ്ട വരും. ഷെന്നി അന്ന് കിറിന്റെ വീട്ടിലേക്ക് ചെന്നു. കിറിന്റെ സാധനങ്ങളും അവളുടെ പക്കലുണ്ടായിരുന്നു. അവിടെത്തി അവളെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി വന്ന് കിറിന്റെ അമ്മ എലേനെ അഭിസംബോധന ചെയ്തു. കിർ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചു വന്നതാണെന്നും കിർ തന്റെ ഫോണൊന്നും എടുക്കുന്നില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. പക്ഷേ കിറിന്റെ അമ്മ അവളെ അപമാനിച്ചു. കിർ എവിടെയുണ്ട്, ആരോടൊപ്പമാണ് എന്നൊക്കെ നിനക്ക് നന്നായിട്ടറിയാം, വെറുതെ ഇവിടെ വന്നൊരു ഡ്രാമ ഇറക്കണ്ട എന്ന മട്ടിലായിരുന്നു അവരുടെ പറച്ചിൽ. ഷെന്യ പിന്നാലെ കിറിനെ കാണാൻ അവന്റെ സ്റ്റുഡിയോയിലേക്ക് ചെന്നു. കിറാണെങ്കിൽ അപ്പോൾ തന്റെ പുതിയ ഗേൾഫ്രണ്ടുമായി പുറത്തെവിടെയോ പോവാൻ ഇറങ്ങുകയായിരുന്നു. തനിച്ചു കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവരിരുവരും മാറി നിന്നു. ഷെന്യ കിറിനോട് പറഞ്ഞു കിർ എന്തു വേണമെങ്കിലും ചെയ്തോ, മറ്റ് പെൺകുട്ടികളുമായി ഒക്കെ കറങ്ങുകയോ കിടക്കുകയോ എന്തു വേണമെങ്കിലും ആയിക്കോ, പക്ഷേ നീ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. അത് കേട്ട് കിറിന് ദേഷ്യം വന്നു. എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ മടുത്തുവെന്ന് അവൻ തീർത്തു പറഞ്ഞു. നമുക്കിടയിൽ ഒരു കുട്ടിയുണ്ടായി എന്ന് വെച്ച് നിനക്കെന്നെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല എന്ന മട്ടിലായിരുന്നു കിറിന്റെ സംസാരം. ദേഷ്യം വന്ന് ഷെന്യ കിറിന്റെ മുഖത്തടിച്ചു. കിറാകട്ടെ അവളെ തള്ളിമാറ്റി മൂക്കിൽ നിന്നുമിറ്റ രക്തം തൂവാല കൊണ്ട് തുടച്ച് അതവിടെ വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോയി. ഷെന്യ ഒട്ടും മടിച്ചില്ല. ആ തൂവാല തന്റെ കയ്യിലെടുത്തു. ചിലത് അവൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവൾ നേരെ പോയത് ഒരു ജിപ്സിയായ ഒരു മന്ത്രവാദിനിയായ അസയുടെ അടുത്തേക്കായിരുന്നു. അസയ്ക്കടുത്തെത്തി എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു. കിർ നിന്നെ എല്ലാ കാലവും പ്രണയിക്കണം എന്നാണ് നിന്റെ ആഗ്രഹം എന്നവർ ചോദിച്ചപ്പോൾ ഷെന്യ അതേന്ന് മറുപടി പറഞ്ഞു. അസ പിന്നാലെ പറഞ്ഞു ഷെന്യ പരസ്പരം സ്നേഹിക്കുന്ന വിവാഹം കഴിക്കാൻ പോകുന്ന ആരെയെങ്കിലും വൈകാതെ കണ്ടെത്തണം. അവരുടെ വിവാഹം നടക്കുമ്പോൾ പോയി ചില മന്ത്രങ്ങൾ ഉരുവിട്ട് ഷെന്യ ഒരു ആഭിചാരക്രിയ ചെയ്യണം. ആഭിചാരത്തിലൂടെ കൃത്യമായി പ്രവർത്തനങ്ങൾ നടത്തിയാൽ കിറിനെ നിനക്ക് തിരിച്ചു കിട്ടും. പക്ഷെ ഇതിനെ സഹായിക്കുന്ന ആത്മാവിനെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിക്കരുത്, അത് വലിയ അപകടമുണ്ടാക്കും. മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള സ്നേഹം യഥാർത്ഥമല്ലെങ്കിൽ കൂടിയും അപകടമായിരിക്കും സംഭവിക്കുക. അസ പിന്നാലെ ഷെന്യയുടെ കയ്യിൽ മുറിവുണ്ടാക്കി ആ കൈയിലേക്ക് ഒരു ഇറച്ചിക്കഷ്ണവും വെച്ചുകൊടുത്തു. ആ ഇറച്ചിക്കഷ്ണം ചീത്തയാകുന്നവരെ മന്ത്രം ഉരുവിടണം എന്ന മട്ടിൽ അവർ പറഞ്ഞിരുന്നു. അവിടെ നടന്ന കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഷെന്യയെ കുറച്ച് ഭയപ്പെടുത്തി. എന്നാലും തനിക്ക് കിട്ടിയ വിവരങ്ങളും ആഭിചാരം ചെയ്യാൻ കൊടുത്ത വസ്തുക്കളുമായി അവൾ അവിടെ നിന്ന് ഓടിയിറങ്ങിപ്പോന്നു. അങ്ങനെ വിക്ടറിന്റെയും സോണിയയുടെയും വിവാഹ ദിവസം ഷെന്യ ആ പള്ളിയിലേക്ക് ചെന്നു. ഈ സമയം അവിടെ ഒലഗ് എന്ന പേരുള്ള സോണിയയുമായി ബന്ധമുള്ള മറ്റൊരു യുവാവും എത്തിയിരുന്നു. ഒലഗിനെ കണ്ടതും സോണിയുടെ മുഖമൊക്കെയാകെ മാറുന്നുണ്ട്. പള്ളിക്കകത്ത് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. ഈ സമയം ഷെന്യ പള്ളിയുടെ ആറ്റിക്കിലേക്ക് ചെന്ന് അവിടെ ആഭിചാരക്രിയകളും തുടങ്ങി. കിറിന്റെ രക്തം പതിഞ്ഞ തൂവാലയിലേക്ക് തന്റെ കയ്യിലെ രക്തമിറ്റിച്ച് അസ പറഞ്ഞ പോലെ ഓരോന്നും ചെയ്ത് അവൾ ആഭിചാരക്രിയ പൂർണ്ണമാക്കി. പള്ളിയിലെ വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് വധുവും വരനും പുറത്തേക്ക് വന്നപ്പോ ഷെന്യ താഴേക്കെത്തിയിരുന്നു. അവരുടെ മുമ്പിലേക്ക് വന്നവൾ അവരുടെ മുമ്പിൽ കുഴഞ്ഞു വീണു. കണ്ണു തുറക്കുമ്പോൾ ഷെന്യ ആശുപത്രിയിലായിരുന്നു. ഇതേ സമയം സോണിയ ആശുപത്രിയിലെ ബെഞ്ചിലിരിക്കുന്നു. അവരായിരുന്നു അവളെ ആശുപത്രിയിൽ എത്തിച്ചത്. സോണിയയുടെ ഭർത്താവ് വിക്ടർ ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടറിന് കൺമുമ്പിൽ ഒരാൾ വീഴുന്നത് കണ്ടാൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനായിരുന്നു വിവാഹ ദിവസം തന്നെ
ആശുപത്രിയിലേക്ക് അവർ എത്തിപ്പെട്ടത്. സോണിയക്കടുത്ത് ഒലഗ് വന്നിരുന്നു. സോണിയയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. മറുവശത്ത് കണ്ണു തുറന്ന ഷെന്യയെ വിക്ടർ ആശ്വസിപ്പിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ലെന്നും അധികം വൈകാതെ വീട്ടിൽ പോകാം എന്നും വിക്ടർ പറയുകയും ചെയ്തു. അവരുടെ വിവാഹം കുളമാക്കിയതിന് ഷെന്യ അവരോട് ക്ഷമ ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല എന്നായിരുന്നു വിക്ടർ പറഞ്ഞത്. വിക്ടർ അത് കഴിഞ്ഞ് റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്ന് സ്റ്റോർ റൂമിൽ എന്തോ എടുക്കാൻ വേണ്ടി വാതിൽ തുറന്നതും കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തെറിച്ചു പോയി. അവിടെ സോണിയയും ഒലേഗും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അന്ന് രാത്രിയിൽ ആശുപത്രിയിൽ തുടരുകയായിരുന്ന ഷെന്യ അവിടുത്തെ ജനൽ തനിയെ തുറന്നത് കണ്ട് ഒന്ന് പേടിച്ചു. അവൾ ചെന്ന് ജനലടച്ചു. അതിന് സമീപം മണ്ണിന്റെ പാടുകളും അവൾ കണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു ഡോറിന്റെ ഭാഗത്ത് നിന്ന് അവളുടെ കാമുകൻ കയറി വന്നത്. കിർ അവളോട് ഒരുപാട് സ്നേഹവായ്പോടായിരുന്നു സംസാരിക്കുന്നത്. മാത്രമല്ല കിർ അവളോട് മുമ്പത്തെ കാര്യങ്ങൾക്ക് ക്ഷമ ചോദിക്കുകയും ചെയ്തു. തന്റെ ആഭിചാരം വർക്ക് ചെയ്തതായി ഷെന്യക്ക് മനസ്സിലായി. കിറിനോട് ഷെന്യ ക്ഷമിച്ചു. കിർ തന്നെ അവളെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. കിർ അവളുമായി നേരെ പോയത് തന്റെ സ്റ്റുഡിയോയിലേക്കായിരുന്നു. അന്ന് രാത്രി അവരൊന്നിച്ച് അവിടെ ചിലവഴിച്ചു. പിറ്റേന്ന് പുലർച്ചെ ഉണർന്നപ്പോ കിർ അവളുടെ അടുക്കൽ അവളെ കാണാൻ എത്ര ഭംഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നാലെ അവളുടെ ഫോട്ടോ വരയ്ക്കണം, പോസ്റ്റ് ചെയ്യാനായി അവളോട് ആവശ്യപ്പെട്ടു. ഷെന്യ അവൻ പറഞ്ഞ പോലെ ചെയ്തു. കിർ വേഗത്തിൽ ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ തുടങ്ങി. കിർ വീണ്ടും തന്നെ പരിഗണിക്കുന്നതിലും തനിക്ക് വേണ്ടി സമയം ചിലവിടുന്നതിലും ഷെന്യയ്ക്ക് അത്രമേൽ സന്തോഷം തോന്നിയിരുന്നു. അന്നവർ അത് കഴിഞ്ഞ് കിറിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടാണല്ലോ അവരുടെ കുട്ടി പൊളീനയുള്ളത്. തലേ ദിവസത്തെ വലിയ കാറ്റിലും മറ്റും പെട്ട് അവിടുത്തെ ജനലിലെ ഗ്ലാസ് ഒക്കെ പോയിരുന്നു. കിർ അത് ശരിയാക്കാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ഷെന്യ അവിടുത്തെ പ്രശ്നങ്ങളും കാറ്റുമൊക്കെ തീരുന്നവരേക്കും തങ്ങളുടെ കൂടെ വന്ന് നിൽക്കാൻ ആവശ്യപ്പെട്ടു. അമ്മയ്ക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഷെന്യ മാറിയപ്പോ കിർ അമ്മയോട് സംസാരിച്ചു. അവർ വന്നാൽ അത് തങ്ങളുടെ ജീവിതത്തെ ബാധിക്കും എന്ന് കിർ പറഞ്ഞതോടെ അമ്മ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ മുമ്പോട്ട് പോയി. ഒരു ദിവസം ഷെന്യയുടെ ഒരു ശില്പമുണ്ടാക്കാൻ കിർ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവളുടെ ഒറിജിനൽ ഫേസ് അതേപടി കിട്ടാത്തതിൽ കിറിന് ദേഷ്യം വന്നു. ഒടുവിൽ ഒരു മോൾഡ് പോലെ അവളുടെ മുഖത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാം എന്ന മട്ടിൽ അവൻ പറയുകയാണ്. അവൾക്ക് ജോലിക്ക് പോവാൻ സമയമായിരുന്നു. അതവൾ ചൂണ്ടിക്കാട്ടിയപ്പോ കിർ തന്റെ ആവശ്യം പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വീണ്ടും എത്തി. സ്നേഹത്തിൽ അവളോട് വീണ്ടും സംസാരിച്ചു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഷെന്നി അതിനെ സമ്മതിച്ചു. കിർ അങ്ങനെ അവളുടെ മുഖത്ത് ശില്പമുണ്ടാക്കാൻ വേണ്ട മോൾഡ് തീർക്കുന്ന രീതിയിൽ ചില വസ്തുക്കൾ പുരട്ടി. ഷെന്നിക്ക് സംസാരിക്കാനോ കാണാനോ ഒന്നും പറ്റുമായിരുന്നില്ല. അടുത്ത ദിവസം ഷെന്യ ജോലിക്കായി ചെല്ലുമ്പോ സോണി അവിടെ തന്റെ വെഡിങ് ഡ്രസ് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ എത്തിയിരുന്നു. ഷെന്യയെ കണ്ടതും ദേഷ്യപ്പെട്ട അവൾ പോവാനൊരുങ്ങി. പോകുന്നതിനു മുമ്പ് വിക്ടറുമായുള്ള തന്റെ വിവാഹബന്ധം പിരിഞ്ഞെന്നും അതിന് കാരണം അവളാണ് എന്ന മട്ടിൽ ദേഷ്യപ്പെട്ടിട്ടായിരുന്നു സോണിയ പോയത്. ഷെന്യക്കൊന്നും മനസ്സിലായില്ല. അസയെ കോണ്ടാക്ട് ചെയ്യാൻ അവൾ ശ്രമിച്ചു. ഈ സമയം ഒരു പ്രത്യേക ശബ്ദം അവൾ കേൾക്കുകയാണ്. പെട്ടെന്ന് അവളുടെ വയറ് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. പൊടുന്നനെ വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് ആരും അവളെ വിളിക്കുന്ന പോലെ തോന്നിയപ്പോഴായിരുന്നു ആ വയറുവേദന മാറിയത്. അതൊരു കരച്ചിൽ ശബ്ദമായി മാറി. വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് വന്ന ആ ശബ്ദം എന്താണെന്ന് നോക്കാൻ അവൾ അങ്ങോട്ടേക്ക് ചെന്നു. അതിനുള്ളിൽ വിവാഹ വസ്ത്രം ധരിച്ച ഒരു പ്രേതമുണ്ടായിരുന്നു. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അത് കാണപ്പെട്ടത്. അത് പെട്ടെന്ന് അവളെ പിടിച്ചു വലിക്കാൻ തുടങ്ങി. അവൾ ഭയപ്പെട്ട് പിന്നോട്ട് മാറി ഭീതിയോടെ നോക്കി നിന്നു. പെട്ടെന്ന് മുമ്പിലുള്ള കാഴ്ചകൾ അടങ്ങി. അവിടെ പ്രേതരൂപമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ എന്തായാലും അവിടെ നിന്ന് നേരെ കിറിന്റെ സ്റ്റുഡിയോയിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ അവളുടെ മുഖത്തിന്റെ ആകൃതിയിൽ നിരവധി മുഖങ്ങൾ അവിടെ ഉണ്ടാക്കി വെക്കപ്പെട്ടിരിക്കുന്നു. മോൾഡ് വെച്ച് കിർ ഉണ്ടാക്കിയതാവാം അവ. പൊളീനയെ നോക്കിയപ്പോ കാണുന്നുമില്ല. ഒടുവിൽ ഒരു കെട്ട് ബാഗുകൾ കിടന്നെടുത്ത് അതിന്റെ മുകളിലായി പൊളീനയെ അവൾ കണ്ടെത്തുകയാണ്. കുട്ടിയെ ശ്രദ്ധിക്കാതെ മാറ്റിയിട്ടതുപോലായിരുന്നു കുട്ടി അവിടെ കിടന്നിരുന്നത്. അപ്പോഴാണ് കിർ അങ്ങോട്ടേക്ക് വരുന്നത്. അതിനെപ്പറ്റി ചൊല്ലി പൊളീന കിറിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. കിർ പറഞ്ഞു, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നിട്ടൊന്നുമില്ല. നീയാണെങ്കിൽ എപ്പോഴും ജോലിയെന്നും മറ്റും പറഞ്ഞ് ബിസിയാണ്. ആവശ്യമില്ലാത്തതൊക്കെ നീ ഉപേക്ഷിക്ക്. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. നിന്നെ മൊത്തത്തിൽ എനിക്ക് വേണം. മറ്റാർക്കു വേണ്ടിയും ഞാനിതൊന്നും ഷെയർ ചെയ്യില്ല. ഞാൻ അതിന് നിനക്ക് എന്നെ എഴുതി തന്നിട്ടൊന്നുമില്ല എന്നായിരുന്നു ഷെന്യ പറഞ്ഞത്. കിർ പറഞ്ഞു, നീ എന്റെ ഭാര്യയല്ലേ? അല്ല, നിനക്കറിയാമല്ലോ എന്നായിരുന്നു അവളുടെ മറുപടി. ദേഷ്യം വന്ന കിർ അവിടെ ഉണ്ടാക്കി വെച്ച ഷെന്യയുടെ ഒരു മുഖരൂപം തകർത്തു. അത് കണ്ട് ഷെന്യക്ക് വല്ലാതെ ഭയം തോന്നി. പക്ഷെ പിന്നാലെ താൻ ചെയ്ത പ്രവൃത്തിക്ക് കിർ ഷെന്യയോട് ക്ഷമ ചോദിക്കുകയും അവളെ ചേർത്തു പിടിക്കുകയും ചെയ്തു. അടുത്തൊരു ദിവസം വിക്ടർ ഷെന്യയുടെ ഷോപ്പിലേക്ക് വന്നിരുന്നു. വെഡിങ് ഡ്രസ് സോണിയ തിരികെ ഏൽപ്പിച്ചെങ്കിലും അതിന്റെ റീഫണ്ട് കൊടുക്കണം എന്ന അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. അവിടെ വെച്ച് ഷെന്യ വിക്ടറിനെ കണ്ട് സംസാരിച്ചു. താൻ കാരണം അവരുടെ വിവാഹം അങ്ങനായി തീർന്നതിൽ അവൾ ഖേദം പ്രകടിപ്പിച്ചു. അതിലൊന്നും കാര്യമില്ലെന്നും നീ നിന്റെ ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ, വിവാഹ വസ്ത്രങ്ങളൊക്കെ ഒരുപാട് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിക്ടർ അവളുടെ കൈ പിടിച്ചു.
ചോദിച്ചു. പെട്ടെന്ന് എന്തോ തോന്നിയ വിക്ടർ അവളുടെ കൈവിട്ട് നടന്നു നീങ്ങി. വിക്ടർ പോയതിന് പിന്നാലെ പെട്ടെന്ന് മറ്റു 2 പ്രേതക്കൈകൾ അവളുടെ കയ്യിൽ പിടികൂടി. പേടിച്ചവൾ കൈ പിന്നിലേക്ക് വലിച്ചു. പൊടുന്നനെ അവൾക്ക് ശക്തമായ വയറുവേദന അനുഭവപ്പെട്ടു. വിക്ടർ അവിടെ ഉണ്ടായിരുന്നല്ലോ. വിക്ടർ അത് കണ്ടു. അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ പുറത്തു കൊണ്ടുവന്ന് നേരെ കാറിലേക്ക് കയറ്റി. വിക്ടർ ഡോർ തുറന്ന് കാറിൽ കയറാൻ പോയപ്പോ എവിടെ നിന്നോ കിർപാഞ്ഞു വന്ന് വിക്ടറെ മർദ്ദിക്കുകയാണ്. വിക്ടറും ഷെന്നിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന മട്ടിൽ കിർ തെറ്റിദ്ധരിച്ചിരുന്നു. ഒടുവിൽ വിക്ടർ തിരികെ അടിച്ച് കിറിനെ കീഴ്പ്പെടുത്തി. ഷെന്യ കാര്യങ്ങൾ കിറിനോട് വിശദീകരിച്ചപ്പോൾ മാത്രമായിരുന്നു കിർ ഒന്നടങ്ങിയത്. കയ്യിൽ മുറിവേറ്റതുകൊണ്ട് കിറിന്റെ കയ്യിൽ ചുറ്റുവാൻ വിക്ടർ ബാൻഡേജ് കൊടുത്തു. പിന്നാലെ അവിടെ നിന്ന് തന്റെ വാഹനം എടുത്തു പോയി. നടന്ന കാര്യങ്ങൾക്ക് കിർ ഷെന്യയോട് ക്ഷമ ചോദിച്ചു. ഷെന്യ കിറിനടുക്കൽ തന്നെ തന്റെ അമ്മയുടെ വീട്ടിലേക്ക് പൊളീനയെ കൂട്ടാൻ കൊണ്ടുപോവാൻ പറഞ്ഞു. കിർ അങ്ങനെ ബൈക്കിൽ അവളെ കയറ്റി പോവുകയാണ്. പക്ഷേ കിർ പോയത് അവന്റെ വീട്ടിലേക്കായിരുന്നു, അവന്റെ പാരന്റ്സിന്റെ മുമ്പിലേക്ക്. പാരന്റ്സിന്റെ മുമ്പിൽ വെച്ച് താൻ ഷെന്യയെ വിവാഹം കഴിക്കാൻ പോകുന്നു, പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്ന മട്ടിലൊക്കെ അവൻ സംസാരിച്ചു. പാരന്റ്സ് ആണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് റൂയിൻ ചെയ്യാൻ ശ്രമിച്ചത് എന്ന മട്ടിലൊക്കെ അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പാരന്റ്സ് അത്തരത്തിൽ ഗൗരവമൊന്നും കൊടുക്കാതെ നിന്നതോടെ കിർ ഷെന്യയെ പ്രപ്പോസ് ചെയ്തു. തനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം എന്നായിരുന്നു ഷെന്യ പറഞ്ഞത്. അത് കേട്ടതും കിറിന്റെ അമ്മ അവനെ കളിയാക്കിയെന്ന പോലെ ചിരിക്കാൻ തുടങ്ങി. ദേഷ്യപ്പെട്ട് കിർ ടേബിളിൽ ഇടിച്ചു. ഷെന്യക്ക് എന്തു വേണോ അത് ചെയ്യാൻ അവൾക്ക് അവകാശമുണ്ട് എന്നായിരുന്നു കിർ പറഞ്ഞത്. പിന്നാലെ അമ്മയുടെ കയ്യിൽ കിടക്കുന്ന പരമ്പരാഗത വിവാഹമോതിരം തരാൻ കിർ ആവശ്യപ്പെട്ടു. അതങ്ങനെ ആർക്കെങ്കിലും ഇടാൻ വേണ്ടി തരാൻ പറ്റില്ലെന്നും തനിക്ക് കൂടി വർത്തിയാണെന്ന് തോന്നുന്ന ഒരു മരുമകൾക്കേ കൊടുക്കാൻ പറ്റൂ എന്ന മട്ടിൽ പറഞ്ഞ് കിറിന്റെ അമ്മ എലേന ഷാഠ്യം പിടിച്ചു നിന്നു. കിർ ഒട്ടും മടിച്ചില്ല. അവിടെ ഇരുന്നൊരു കത്തിയെടുത്ത് അമ്മയുടെ വിരല് മുറിച്ച് ആ മോതിരം കയ്യിലെടുത്തു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഷെന്യയും കിറിന്റെ അച്ഛനും ഞെട്ടിയിരുന്നു. അച്ഛൻ കിറിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അച്ഛനെയും കിർ മർദ്ദിച്ചു. ഷെന്യ ഞെട്ടലോടെ നോക്കുകയാണ്. പിന്നാലെ ഒരു ഘട്ടത്തിൽ ആ മോതിരവുമായി ഷെന്യക്കടുത്തേക്ക് എത്തിയ അവൻ അവളുടെ കയ്യിൽ മോതിരമണിയിക്കാൻ വേണ്ടി നിന്നു. പെട്ടെന്ന് കടന്നു വന്ന കിറിന്റെ അച്ഛൻ അവനെ ബലമായി പിടിച്ചു നിർത്തി. ഷെന്യയോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ഷെന്യ പുറത്തേക്ക് ഓടിയെങ്കിലും അപ്പോഴേക്കും പുറത്തെ ഗേറ്റ് അടഞ്ഞിരുന്നു. കിർ അവളുടെ അടുത്തേക്ക് വന്നു. നീ പൊളീനയുടെ അടുത്തേക്കാണോ പോകുന്നത് എന്ന് കിർ ചോദിച്ചു. പൊളീന അമ്മയുടെ കൂടെയല്ലേ എന്ന് ഷെന്യ ചോദിച്ചെങ്കിലും കിർ മറുപടിയൊന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് പോകുന്ന ഷെന്യ അമ്മയുടെ അടുത്തേക്ക് പോവാതെ നേരെ പോയത് കിറിന്റെ സ്റ്റുഡിയോയിലേക്കായിരുന്നു. അവിടെത്തി അവിടെ കിർ വെച്ചിരുന്ന കുട്ടിയെ കണ്ടെത്തുകയാണ്. അപ്പോഴേക്കും കിറും അങ്ങോട്ടേക്ക് വന്നെത്തി. പൊളീന നമുക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടതാണ് എന്ന മട്ടിലായിരുന്നു കിർ സംസാരിച്ചത്. പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്ന മട്ടിൽ അവൾ മറുപടി പറഞ്ഞു. മറ്റു വഴികളൊന്നുമില്ലാതെ യഥാർത്ഥ കിർ ഇങ്ങനല്ലെന്നും കിറിനുമേൽ താൻ ആഭിചാരം ചെയ്ത കാര്യമൊക്കെ അവനോട് അവൾ പറയുകയാണ്. പക്ഷേ കിർ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ അടുത്തെത്തിയ കിർ അവളുടെ തല പിടിച്ചിടിച്ച് അവളെ ബോധരഹിതയാക്കി. കണ്ണു തുറക്കുമ്പോൾ അവൾ ഒരു ബാത്ടബിൽ കിടക്കുകയാണ്. അവളുടെ ശരീരം പ്ലാസ്റ്റർ ഓഫ് പാരീസാൽ കവർ ചെയ്തിരുന്നു. അവൾ നോക്കുമ്പോൾ കിർ കുട്ടിക്കുമേലും അത്തരത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിക്കുന്നു. ഷെന്യ ഒട്ടും മടിച്ചില്ല. പുറകിലൂടെ എഴുന്നേറ്റ് വന്ന് കിറിനെ തലക്കടിച്ചു വീഴ്ത്തി. കുട്ടിയുമായി അവൾ ഇറങ്ങിയോടി. എങ്ങനെയും രക്ഷപ്പെടണം, പൊളീനയെ രക്ഷപ്പെടുത്തണം എന്നത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. പുറത്തേക്കോടി അവൾ ഒടുവിൽ ഒരു കാറിന് മുമ്പിൽ വന്നു പെട്ടു. ആ കാറുടമ അവൾക്ക് ലിഫ്റ്റ് കൊടുത്തു. അപ്പോഴേക്കും ബൈക്കിൽ അവരെ പിന്തുടർന്ന് കിർ പാഞ്ഞെത്തിയിരുന്നു. പിന്നീട് ഒരു ചേസിംഗ് നടക്കുകയാണ്. കാറുടമ ഒടുവിൽ റോഡ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്ന വർക്ക് നടക്കുന്ന ഒരിടത്ത് വെച്ച് കിറിനെ കബളിപ്പിച്ച് കാർ വെട്ടിച്ചു വേഗത്തിൽ കടന്നുപോയി. ഷെന്യയ്ക്ക് എങ്ങോട്ടേക്ക് പോകണമെന്നറിവുണ്ടായിരുന്നില്ല. മറ്റെവിടെയും പോവാൻ പറ്റാത്തതുകൊണ്ട് ഷെന്യ എത്തിപ്പെട്ടത് അഭയം തേടിയത് വിക്ടറിന്റെ അടുത്താണ്. പിറ്റേന്ന് പുലർച്ചെ നന്നായി ഉറങ്ങി ഷെന്യ എഴുന്നേറ്റു. വിക്ടർ ജോലിക്ക് പോവാൻ തുടങ്ങുകയാണ്. താൻ കാരണം വിക്ടറിന് ബുദ്ധിമുട്ടായല്ലേ എന്ന മട്ടിൽ ഷെന്യ വിക്ടറിനോട് സംസാരിച്ചു. അതൊന്നും ചിന്തിച്ച് തലപോയിക്കേണ്ടെന്നും റെസ്റ്റ് എടുക്കാനും പറഞ്ഞ് വിക്ടർ ഹോസ്പിറ്റലിലേക്ക് പോയി. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സോണിയ വിക്ടറെ കാണാൻ വരികയാണ്. ഞാനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവൾ ഒരു അവസരം ചോദിച്ചു. ഭാഗ്യവശാൽ വിക്ടറിന്റെ ഒരു സുഹൃത്ത് എലിവേറ്ററിൽ വന്ന് വിക്ടറിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. എലിവേറ്ററിൽ ആ ഡോക്ടർക്കൊപ്പം ഒരു മൃതശരീരവും ഉണ്ടായിരുന്നു. വിക്ടർ ആ മൃതശരീരം തിരിച്ചറിഞ്ഞു. അത് കിറിന്റേതായിരുന്നു. തലേന്ന് ബൈക്ക് അപകടം നടന്ന് കൊല്ലപ്പെട്ട വ്യക്തിയുടെ മൃതദേഹമാണിത് എന്ന് കൊളീഗിൽ നിന്ന് വിക്ടർ മനസ്സിലാക്കുകയും ചെയ്തു. ഇതേസമയം മറുവശത്ത് ഷെന്യ വിക്ടറിന്റെ അപ്പാർട്ട്മെന്റിൽ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോഴാണ് ജനൽ ഭാഗത്തുനിന്നൊരു ശബ്ദം കേട്ടത്. അവൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി. താഴെ ഒരു ആപ്പിൾ വീണിട്ടുണ്ട്. അവളതെടുത്ത് ജനൽ ഭാഗത്തെ പാത്രത്തിൽ വെച്ചു. അവിടെ മണ്ണ് പതിച്ച കാൽപ്പാടുകൾ കാണാമായിരുന്നു. പെട്ടെന്നാണ് ബാത്റൂമിൽ നിന്നൊരു ശബ്ദം അവൾ കേട്ടത്. അവൾ ചെന്ന് നോക്കുമ്പോൾ അവിടെങ്ങും ഒന്നുമില്ല. പെട്ടെന്ന് അവൾ ഞെട്ടിത്തിരിഞ്ഞപ്പോ കണ്ടത് പൊളീനയെ എടുത്തു നിൽക്കുന്ന കിറിന്റെ രൂപമായിരുന്നു.
പെട്ടെന്ന് ആ ഡോർ അടഞ്ഞു. ഷെന്യ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി വന്നു. നോക്കുമ്പോ അവിടെ കിറും ആരുമില്ല. പൊളീന സോഫയിൽ കിടക്കുന്നു. അവൾ ഓടിവന്ന് പൊളീനയെ വാരിയെടുത്തു. അപ്പോഴേക്കും വിക്ടർ എത്തിയിരുന്നു. അവളുടെ പരിഭ്രാന്തിയും മറ്റും കണ്ട് വിക്ടർ കാര്യമന്വേഷിച്ചു. കിർ ഇവിടെ വന്നിരുന്നു എന്നവൾ ഭീതിയോടെ പറഞ്ഞു. അപ്പോഴാണ് വിക്ടർ കിർ മരണപ്പെട്ട കാര്യമൊക്കെ ഷെന്യയോട് പറയുന്നത്. അതൊക്കെ അവളുടെ തോന്നലായിരിക്കും എന്ന മട്ടിലും വിക്ടർ കൂട്ടിച്ചേർത്തിരുന്നു. അങ്ങനെ കിറിന്റെ മൃതശരീരം കാണാൻ വിക്ടറിനൊപ്പം അവൾ മോർച്ചറിയിലെത്തി. വിക്ടർ മാറി നിന്നു. കിറിന്റെ മൃതശരീരത്തിൽ നോക്കി ഷെന്യ മാപ്പ് ചോദിച്ചു നിൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് കിർ മരണത്തിൽ നിന്ന് എഴുന്നേറ്റു. ഷെന്യയെ പിടിച്ചു വലിച്ച് മോർച്ചറിയുടെ ഡ്രോയിഡ് അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി. ഒരു തരത്തിലായിരുന്നു അവൾ അതിൽ നിന്ന് പുറത്തു ചാടിയത്. വല്ലാത്തൊരു ഭയം അവളെ പൊതിഞ്ഞിരുന്നു. പുറത്തെത്തിയ ഷെന്യ കാര്യങ്ങൾ വിക്ടറോട് പറഞ്ഞു. നീ ഇപ്പോ കൂടുതൽ സ്ട്രെസ്ഡ് ആയതുകൊണ്ടൊക്കെ തോന്നുന്നതായിരിക്കും അത് എന്ന മട്ടിലായിരുന്നു വിക്ടർ വീണ്ടും പറഞ്ഞത്. ഈ സമയം പെട്ടെന്ന് ഷെന്യയ്ക്ക് വൈറൽ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് സോണിയ അങ്ങോട്ടേക്ക് വന്നത്. ഷെന്യ എപ്പോഴും വിക്ടറുടെ കൂടെ നടക്കുന്നത് കണ്ട് സോണിയക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. സോണിയ അതിന് ഷെന്യയെ കുറ്റപ്പെടുത്തി. ഷെന്യ അവിടെ നിന്ന് മുമ്പോട്ട് പോയി. വിക്ടർ സോണിയയോട് ഷെന്യയുടെ ബോയ്ഫ്രണ്ട് കിർ കൊല്ലപ്പെട്ട കാര്യം പറഞ്ഞു. സോണിയയെ കുറ്റപ്പെടുത്തി. അങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന് പറഞ്ഞ് വിക്ടർ ഷെന്യയെയും കൂട്ടിക്കൊണ്ട് അവൾ പറഞ്ഞയിടത്തേക്ക് പോവുകയാണ്. അവൾ പോവാൻ ഉദ്ദേശിച്ചത് മന്ത്രവാദി അസയുടെ വീട്ടിലേക്കായിരുന്നു. പോകുന്ന വഴിയിൽ അവരുടെ വിവാഹത്തിന്റെ അന്ന് താൻ ചെയ്ത ആഭിചാരത്തെ പറ്റിയൊക്കെ അവൾ വിശദമായി പറഞ്ഞു. തന്റെയും കിറിന്റെയും പ്രണയം വളരെയധികം യാഥാർത്ഥ്യമുള്ളതായിരുന്നില്ല. അതുകൊണ്ടാണ് അതൊക്കെ ഇത്തരത്തിൽ അപകടമുള്ള സംഗതികളായി മാറിയത് എന്നും അവൾ പറയുന്നുണ്ട്. ആസയുടെ അടുത്തെത്തി എങ്ങനെ ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാം എന്ന് ഷെന്യ ചോദിച്ചു. പക്ഷെ ആസയ്ക്കും വലിയ പിടുത്തമുണ്ടായിരുന്നില്ല. അവളെ സഹായിച്ച ഡീമൻ, അതായത് ചകുത്താന്റെ അടുത്ത് തന്നെ അക്കാര്യം ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ അസ വിക്ടറിന്റെ ശരീരത്തിലേക്ക് ആ ഡീമനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. ആഭിചാരക്രിയ നടത്തിയപ്പോൾ ഷെന്യ ഓഫർ ചെയ്തത് അവളുടെ ആത്മാവാണെന്നും അത് കിട്ടിയാലേ താൻ പോകൂ എന്നുമായിരുന്നു ആ ചെകുത്താൻ പറഞ്ഞത്. പിന്നാലെ അവിടുത്തെ കണ്ണാടി തകർത്ത് അതിലെ ചില്ലെടുത്ത് താൻ കയറിയ വിക്ടറിന്റെ ശരീരത്തിൽ വലിയ മുറിവുണ്ടാക്കാൻ ആ ചെകുത്താൻ ശ്രമിച്ചു. ഷെന്യ ചാടി വീണ് വിക്ടറെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതോടെ തന്റെ ജീവന് വരെ അത് അപകടമാകും എന്ന് കണ്ട വിക്ടർ എല്ലാത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോവാൻ തീരുമാനിച്ചിരുന്നു. തന്നെ സഹായിക്കാൻ ഷെന്യ അപേക്ഷിച്ചെങ്കിലും വിക്ടർ നിന്നതേയില്ല. ഇതിനിടയിൽ ഷെന്യ അസയുടെ അമ്മയെ കണ്ടിരുന്നു. അസയുടെ അമ്മ അസയേക്കാൾ കഴിവുള്ള മന്ത്രവാദിയാണ്. അസയുടെ അമ്മ അവൾക്കതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. പള്ളിയിൽ വെച്ച് ആഭിചാരം നടത്തിയാണല്ലോ ചെകുത്താനെ കടത്തിക്കൊണ്ടുവന്നത്. അതേ ആളുകളുടെ വിവാഹം അതേ പള്ളിയിൽ വെച്ച് ഒന്നുകൂടി കൃത്രിമമായി നടത്തണം. അവിടെ വെച്ച് ആഭിചാരം റിവേഴ്സിൽ ചെയ്യണം. അങ്ങനാണെങ്കിൽ ഒരുപക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചേക്കും. മറുവശത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയ വിക്ടർ ആകട്ടെ സോണിയയുടെ അടുക്കലും കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഷെന്യയെ സഹായിക്കാം എന്ന് വിക്ടർ ആവശ്യപ്പെട്ടെങ്കിലും സോണിയ ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ സോണിയയെ കിറിന്റെ പ്രേതം ആക്രമിച്ചു. ഭാഗ്യം കൊണ്ടായിരുന്നു അവൾ രക്ഷപ്പെട്ടത്. അതോടെ സോണിയ വിക്ടർക്കൊപ്പം ഷെന്യയെ സഹായിക്കാൻ തയ്യാറായി. എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് ഷെന്യ വിക്ടറിന്റെയും സോണിയയുടെയും വിവാഹം നടന്ന പള്ളിയിലേക്ക് എത്തി. ആഭിചാരക്രിയകൾക്ക് റിവേഴ്സ് പ്രോസസ്സിന് അവൾ തുടക്കം കുറയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് അവൾക്കുമേൽ പ്രേതത്തിന്റെ ആക്രമണം നടന്നു. ഭാഗ്യവശാൽ അസയുടെ അമ്മ കടന്നു വന്നതുകൊണ്ട് അപ്പോൾ അവൾ രക്ഷപ്പെട്ടു. അങ്ങോട്ടേക്ക് അപ്പോഴേക്കും വിക്ടറും സോണിയയും ഉലകം വന്നെത്തിയിരുന്നു. പള്ളിയിൽ വെച്ച് അസയുടെ അമ്മയുടെ നേതൃത്വത്തിൽ ആഭിചാരക്രിയയുടെ റിവേഴ്സ് പ്രോസസ് അവർ ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം വീട്ടിലായിരുന്ന ഷെന്യയുടെ അമ്മയ്ക്ക് പരിചിതമല്ലാത്ത ചിലതൊക്കെ സംഭവിക്കുന്നത് മുമ്പിൽ കാണാൻ കഴിയാൻ തുടങ്ങിയിരുന്നു. ഉറക്കിക്കെടുത്തിരുന്ന പൊളീനയെ കാണുന്നില്ല. ഭയന്ന് അവർ അവിടെയൊക്കെ തിരയാൻ ആരംഭിച്ചു. ഇതേ സമയം പള്ളിയിൽ ഡീമൻ തന്റെ പണി തുടങ്ങിയിരുന്നു. ഓരോരുത്തരുടെ ശരീരത്തിൽ കയറി മറ്റുള്ളവരെ ഡീമൻ ആക്രമിക്കാൻ തുടങ്ങി. അസയുടെ അമ്മ ഒരു തരത്തിൽ ഡീമനെ ഒഴിപ്പിച്ചപ്പോ ഡീമൻ ഒഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല. മന്ത്രവാദിയുടെ സ്റ്റിക്ക് തന്റെ ശക്തി കൊണ്ട് ഡീമൻ ഒടിച്ചു കളഞ്ഞു. അവരെ തെറിപ്പിച്ചു വീഴ്ത്തി. സോണിയയുടെ ശരീരത്തിലായിരുന്നു ഡീമൻ അപ്പോൾ ഉണ്ടായിരുന്നത്. ഉലക സോണിയയെ പിടിച്ചുമാറ്റാൻ നോക്കി. ഒടുവിൽ മന്ത്രവാദിനി എഴുന്നേറ്റ് വന്ന് വീണ്ടും തന്റെ ശ്രമത്തിലൂടെ ഡീമനെ തുരത്തുകയായിരുന്നു. പക്ഷേ സോണിയ ഒടുവിൽ സംസാരിച്ചപ്പോൾ പുറത്തു വന്നത് ഷെന്യയുടെ അമ്മയുടെ ശബ്ദമായിരുന്നു. പൊളീന മിസ്സിംഗ് ആണ് എന്ന് അവളിൽ നിന്ന് പുറത്തു വന്നു. അതോടെ വിക്ടറിനൊപ്പം ഷെന്യ വേഗം പുറപ്പെട്ട് അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെങ്ങും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. അവിടെയാണെങ്കിൽ കിറിന്റെ ഒരു മാസ്കും അവൾ നോക്കിക്കണ്ടു. അതൊരു ക്ലൂവായി എടുത്ത് സ്റ്റുഡിയോയിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. വിക്ടറും ഒപ്പമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നിരവധി രൂപങ്ങൾ പ്രേതത്തെ പോലെ അവർക്ക് തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഷെന്യയുടെ അമ്മയെ ക്രൂരമായി ഉപദ്രവിച്ചു വെച്ചിരിക്കുന്നത് അവരിരുവരും നോക്കിക്കണ്ടു. ഈ സമയം പൊളീനയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. ഷെന്യ പൊളീനയെ തിരയാൻ തുടങ്ങി. ഒടുവിൽ ഒളിച്ചിരുന്ന അമ്മയെയും പൊളീനയെയും അവൾ കണ്ടെത്തുകയാണ്. ആ സമയത്തോടെ ഇല്യൂഷൻ ബ്രേക്കായി. അവിടെ ഷെന്യയുടെ അമ്മയുടെ രൂപത്തിൽ പരിക്കേറ്റ പോലെ ഇരുന്നിരുന്നത് കിറിന്റെ പ്രേതമായിരുന്നു. കിറും വിക്ടറും തമ്മിൽ നേർക്കുനേരെ ഏറ്റുമുട്ടൽ സംഭവിച്ചു.
സംഭവിച്ചു. വിക്ടറെ കിറിന്റെ പ്രേതം കൊലപ്പെടുത്തും എന്ന ഘട്ടമെത്തിയപ്പോൾ ശന്യ കീഴടങ്ങാൻ തീരുമാനിച്ചു. തന്റെ ആത്മാവിനെ തന്നേക്കാം എന്ന് അവൾ പറഞ്ഞു. അതോടെ കിറിന്റെ പ്രേതം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. വിക്ടർ രക്ഷപ്പെട്ടു. ശന്യ അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റർ നിറച്ച ബാത്ത് ടബ് നോക്കിക്കണ്ടു. വിക്ടറിനടുത്തെത്തി എല്ലാം ഓക്കെയാകും എന്ന് പറഞ്ഞവൾ നേരെ ചെന്ന് ആ ബാത്ത് ടബിലേക്ക് കിടന്ന് മുഖം അടക്കം പൂഴ്ത്തി ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു. ബാത്ത് ടബിലേക്ക് അവൾ മുങ്ങുമ്പോൾ മരണത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ വിക്ടറിനൊപ്പം പൊളീനയെയും കൂട്ടിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിന്റെ ഒരു ഓർമ്മ അവളിലേക്ക് ഓടി വന്നിരുന്നു. മരണപ്പെട്ട പൊളീന വൈകാതെ ഒരൾത്താരയിലേക്ക് നടന്നു കയറുകയാണ്. കറുത്ത വസ്ത്രമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. തന്നെ കാത്തു നിൽക്കുന്ന കിറിനടുത്തേക്ക് അവൾ നടന്നു നീങ്ങുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.